കോട്ടക്കിൽ കുറെ കാലം നിന്നു. എത്ര വർഷം? 8 കൊല്ലം. 8 കൊല്ലം പഠിത്തം പിന്നെ കഴിഞ്ഞ് ഉപരി പിന്നെ 2 കൊല്ലം പിന്നെ ഇതായിട്ട് അപ്രന്റീസായി. അങ്ങനെ 2 കൊല്ലം 3 കൊല്ലം. അപ്പോൾ അത്ര സുഖമെല്ലാം തോന്നി. അവിടെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഇത് കണ്ടില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ സ്ഥിരം ജോലിക്ക് ഒരു സാധ്യത കണ്ടില്ല. ഓ ശരി. അതുകൊണ്ടാണോ മറ്റേ ഇങ്ങോട്ട് പോരണമെന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാം? പിന്നെ പുറത്ത് അന്നത്തെ കാലഘട്ടം നമുക്ക് നല്ലൊരു ചുറ്റുപാടായിരുന്നു. ഇല്ലെങ്കിൽ ഒരു വിഷയമല്ല എന്നുള്ള രീതി. അതെ അതെ അതെ. ഇവിടെ വലിയ കാര്യമായിട്ട് ശമ്പളവും ഇല്ല. അതേസമയം അതിൻ്റെ നമ്മുടേതായിട്ടൊരു സ്വാതന്ത്ര്യമില്ല. ഇല്ല. പാടാനാണെങ്കിലും ഇതെല്ലാം വെച്ച് മാറുന്നതാണ്. അങ്ങനെ അവിടെ സ്ഥിരം ജോലി കിട്ടിയിരുന്നെങ്കിൽ കോട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. അതെ. അതിനൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അതെ. അപ്പോൾ ഒരു ജീവിതോപാധി എന്നുള്ള നിലയിൽ അവിടെ ഇപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇത്രയും കാലം അവിടെ നിന്നു എന്നല്ല. അപ്പോൾ ഇവിടെ പുറത്ത് ഒരുപാട് കളികൾ ഉണ്ടാവുകയും ചെയ്തു. പുറത്ത് പല പരിപാടികൾ പിന്നെ 2-3 ഫോറിൻ ടൂറും ഒക്കെ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അതൊന്നും നടക്കില്ല. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കോട്ടയ്ക്ക് നിന്ന് വിട്ടത് ഒരു നിലയ്ക്കൊരു ദോഷമായിട്ട് തോന്നിയിട്ടില്ല. ഒട്ടും ദോഷമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇപ്പം തായമ്പക ഇപ്പം കൊട്ടിൻ്റെ വിഷയം തൽക്കാലം മറന്നോ? അല്ലെങ്കിൽ ഇല്ല, കൊട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് പോലെ തന്നെ ഇഷ്ടമാണ് കൊട്ട്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഓരോ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അല്ല, കൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊട്ട് കേൾക്കുന്നത് മനസ്സിലിങ്ങനെ കൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അന്നത്തെ ആ സാധകം ചെയ്തതിൻ്റെ ഗുണം കൊണ്ട് ഇപ്പോഴും ഈ കൊട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൊട്ടുമ്പോഴേ തോളത്തിൽ കൊട്ടാൻ പറ്റില്ല. ശ്വാസത്തിൻ്റെ അതുകൊണ്ട് കൈ നടക്കുമോ? കൈ നടക്കാൻ ഒരു കുഴപ്പമില്ല. അതല്ല പറഞ്ഞു. അത് ശരി. അത് ഈ 4 കൊല്ലം എല്ലാ ദിവസവും മുടക്കമില്ല സാധകത്തിന്. ഇല്ല. അതെ അതെ. അതിൻ്റെ ഗുണമാണ്. അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമാണ്. ബലരാമൻ കൊട്ടിക്കൊണ്ട് നടക്കണല്ലേ. 74 വയസ്സിലും അവൻ തായമ്പ് കൊട്ടണം. അതെ അതെ. അത് ഇതുകൊണ്ടാണ്. ആ കുട്ടിക്കാലത്തെ അഭ്യാസത്തിന്റെ ശക്തിയാണ്. കുട്ടിക്കാലത്തെ അഭ്യാസത്തിൻ്റെ ഒറ്റ ഗുണം. കാരണം മുടക്കമില്ലാത്ത സാധകമാണ് എന്ന്. അതൊരു ചെറിയ ഗുണമല്ല. പിന്നെ സാധകം ചെയ്യിക്കലും സർവശാല അച്ചുടുപാളാശാനാണ്. പുള്ളി അതുമ്പോൾ കസേരമിൽ ഇരിക്കൽ ചുരുക്ക. ഇങ്ങനെ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അടിയായി ഇടിയായി എന്തായി പിന്നെ ആശാനം തോന്നണത്. അപ്പോൾ അത് ചെയ്യുന്നവരും മാക്സിമം അത് ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. ഇപ്പോൾ തായമ്പ കൊട്ടും. അപ്പോൾ ആ കാലത്ത് ഇപ്പോൾ പാടി നടക്കുന്ന കാലത്തും തായമ്പൊക്കെ കൊട്ടാറുണ്ട്. കൊട്ടാൻ ഇഷ്ടമാണ്. ഇപ്പോഴും തായമ്പ കൊട്ടാൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ തായമ്പക വളരെ കുറച്ചേ ഉള്ളൂ. അതെ. അങ്ങനെ കാര്യമായിട്ട് അതും അല്ല പണിതിട്ടില്ല. എങ്കിലും ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. കൊട്ടാൻ ഇഷ്ടമാണ്. അപ്പോൾ കളിക്ക് കൊട്ടണമെന്ന് ഞാൻ കളിക്ക് കൊട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കളിക്ക് കൊട്ടണതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റുള്ള പലരും കൊട്ടുന്നതിന് വ്യത്യസ്തമായിട്ട് കളിക്ക് കൊട്ടെന്നുള്ള അതാണ് ശരിക്കും കല. കൊട്ടിലെ ഏറ്റവും വലിയ സംഭവം കഥകളിക്കൊട്ടാണ്. കാരണം അതിൽ ചെണ്ട കൊട്ടുണ്ട്, ചെണ്ട വായനയുണ്ട്, ചെണ്ട അടിയുണ്ട്. ഇതെല്ലാം കഥകളിയിലുണ്ട്. അപ്പോൾ അത് എല്ലാ സംഭവങ്ങളും ഇത് ഈ കഥകളി ചെണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ അതിനൊരു സംഗീതം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. കൊട്ടിൽ സംഗീതം വേണം. ഇയാൾക്കുള്ള ഗുണമൊക്കെ ഉണ്ണികൃഷ്ണൻ കൊട്ടിൽ സംഗീതം അയാൾ പാടുന്നുണ്ട്. അതല്ല വിഷയം. കൊട്ടിലുള്ള സംഗീതം അത് കൃത്യമായ ശബ്ദങ്ങൾ വന്നാൽ ആ സംഗീതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് വന്നാൽ നടുക്ക് കൊട്ടേണ്ട കോല് പലരും പല്ലാവൂരപ്പന്മാരൊക്കെ ഉണ്ട്.
തടുക്കുമല്ല വക്കത്തുമല്ലാത്ത ഒരു സ്ഥലത്ത്. അതെ, ഒരു സ്ഥലത്ത് ആദ്യം കൊട്ടുക. കേൾക്കാൻ ഒരു സുഖമില്ല. ഇല്ല ഇല്ല ഇല്ല. വലിയ കൂട്ടുകാരനല്ലേ. അതെ, അങ്ങനെയല്ല. അതിൻ്റെ ശരിക്കുള്ള സ്ഥാനങ്ങളിലുള്ള ശബ്ദം വീണ് അത് ആസ്വദിക്കണമെങ്കിൽ ആ രീതിയിൽ ആസ്വദിക്കുന്ന ഒരു സംഗീതം. അതാണ് തൃത്താല കേശവപ്പുകളുടെ ഗുണം. അല്ല, അപ്പുനാർക്ക് പിന്നെ ഒരു ഗുണമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ ഈ 4 സ്ഥാനങ്ങളെ കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ മറികടന്ന് തകർത്തുമായിരുന്നു. കേമനെന്ന് പറഞ്ഞാൽ സ്ത്രീ കേമനാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാശാനുണ്ട്. അത് അവരുടെ കൊട്ടിൻ്റെ രീതിയാണ്. അതല്ല, അത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെ പഠിപ്പിച്ച, അതെ, അവരുടെ രീതി അങ്ങനെ പഠിപ്പിച്ച രീതിയുടെ ഒരു കുറ്റം. അല്ലാണ്ട് ഒരു ആശാനും അവിടെ കൊട്ടണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല. കാരണം അതിന് സ്ഥാനമുണ്ടോ. അതെ അതെ. ഒന്നിലെ ആ സ്ഥാനം അറിയാത്ത ആൾ പഠിപ്പിക്കണം. അറിഞ്ഞ ഒരാൾക്ക് ആ സ്ഥാനത്തല്ലാണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഭയങ്കര എൻ്റെ കൃത്യം എന്നെ ആ രീതിക്കാണ് പഠിപ്പിച്ചേക്കണം. ഒരു അനാവശ്യമായിട്ടൊരു കൂല് വര കേൾക്കില്ല. 2 ആശാന്മാരും അതെ. ഈ കഥകളി കൊട്ട് പഠിച്ചത് കൊണ്ട് തായമ്പ കൊട്ടുമ്പോൾ അതിൻ്റെ ഒരു ഗുണപരമായ ഒരു സന്നിവേശം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. തായമ്പുകാര് ആ കളിക്കൊട്ട് പഠിച്ചതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, കളിക്കൊട്ടെന്ന് പറഞ്ഞാൽ കൊട്ടിൻ്റെ ഏറ്റവും ടോപ്പാണെന്ന്. തായമ്പക അല്ല. തായമ്പക എന്ന് പറഞ്ഞാൽ ഒരു സംഭവമേ ഉള്ളൂ. കളിക്കൊട്ടെന്ന് പറഞ്ഞാൽ അതല്ല. ഒരുപാട് സംഭവങ്ങൾ കൂടുന്നതാണ് കളിക്കൊട്ട്. സർവ്വരസങ്ങളും പറഞ്ഞല്ലോ എല്ലാം. അതെ. അപ്പം ശരിക്കും നല്ലൊരു കളിക്കൊട്ട് ഈ ശങ്കരൻകുട്ടിക്കുള്ള ഗുണം കിട്ടിയെന്ന് കളിക്കൊട്ട് പഠിച്ചുകൊണ്ടാണ്. കളിക്കൊട്ട് ശരിക്കും പഠിച്ചിട്ട് അതിൻ്റെ ശബ്ദകാര്യങ്ങളും സംഗീതവും എല്ലാം കൂടെ വന്നപ്പം തായമ്പക നന്നാവും. അപ്പോൾ ആ ഒരു സംസ്കാരം പിന്നെ കൊണ്ട് നടക്കാനായിട്ട് കഴിഞ്ഞു. അന്നത്തെ അഭ്യാസത്തിൻ്റെ ബലം കൊണ്ടാണ് പറ്റിയത്. ഇപ്പം അങ്ങനെ അഭ്യാസം ഉണ്ടോയെന്നറിയില്ല. അഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളതിന് കൊട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചാൽ ഇപ്പോൾ ഈ രാഗങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോൾ സ്വതേ രാഗങ്ങൾ മാറ്റുന്നതിനൊരു സംഗതി, നമ്മൾ ഒരു രാഗം ഒരു പദത്തിൽ പദത്തിനൊരു രാഗം പാരമ്പര്യമായിട്ട് നിശ്ചയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ രാഗം ചിലപ്പോൾ പോരായ്മ വരണമെന്ന് തോന്നുമ്പോഴാണ് ഫലപ്രദമായിട്ട് ചിലപ്പോൾ ഭാവപരമായിട്ടൊരു ഗുണം വേറൊരു രാഗമായാലുണ്ടാവും എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണല്ലോ രാഗങ്ങൾ മാറ്റണത്. ഇപ്പോൾ എമ്പ്രാന്തിരി പന്തുരാളിയിൽ പാടിയിരുന്ന 3-ാം ദിവസത്തിലെ പദം അത് ശ്യാമയിലേക്ക് മാറ്റി. ആ ശ്യാമയിലേക്ക് മാറ്റുമ്പോൾ ഭാവപരമായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പോൾ പന്തുരാളി ഉള്ളതിനും ഉള്ള സ്ഥലത്ത് മുഴുവനും അത് മാറ്റേണ്ട കാര്യമില്ല, പറ്റില്ല. ഇപ്പം നിങ്ങൾ ഇപ്പോൾ വാരിദാസേട്ടനായിട്ട് പാടിയതും ഒക്കെ കേട്ടുള്ള ഒരുപാട് പദങ്ങൾ കേട്ടാൽ എനിക്ക് ഒരെണ്ണത്തിൽ എനിക്ക് വളരെ ഒട്ടും ഭാവപരമായ ഒരു ഔചിത്യം തോന്നാതിരുന്ന എനിക്കൊരു സംഗതി ഗുരുപ്രിയയിലൊരു പദം ഹരിദാസേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അപ്പോൾ 2 പേര് പാടിയപ്പോഴും ഈ ഗുരുപ്രിയ അവിടെ വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു ഭാവത്തിനെയാണ് കൊണ്ടുവരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതെ, വേണ്ട ഭാവം വന്നു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലേ നമ്മൾ ആ ഭാവം നേരത്തെ ഉണ്ടായിരുന്ന രാഗത്തിന് കിട്ടാത്തത് കൊണ്ടാണോ ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏത് രാഗത്തിലും പണ്ട് പിന്നെ കംപ്ലീറ്റ് ശങ്കരാഭരണമായിരുന്നു. അതെ, എല്ലാത്തിനും അതിൽ പറയുന്ന ആ സാഹിത്യത്തിൻ്റെ ഭാവം എവിടെ പാടിയാലും വരും. അതെ. അപ്പോൾ രാഗം ഒരു വിഷയമല്ല എന്നുള്ളത്. അത് രാഗമാലികയാക്കി ഇപ്പം അതിന് ഭാവപരമായിട്ടൊരു ഗുണമുണ്ട്, പാടുന്നവനും ഗുണമുണ്ട്, പാടുന്ന ആൾക്കുണ്ട്, കേൾക്കുന്നവർക്കും ഉണ്ട്. അതെ. അല്ല, അത് മാത്രമല്ല, അതിലൊരു സന്ദർഭം പൊതുവേ അതൊരു അനുസ്മരണമാണെങ്കിൽ പോലും പഴയ കാലത്തിനെ പറ്റി ശ്രീകൃഷ്ണൻ അനുസ്മരിച്ച് പറയുകയാണ് ഇവർ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സാഹിത്യത്തിൻ്റെ വ്യത്യാസം അതിനനുസരിച്ചുള്ള രാഗമാറ്റം കൊണ്ടുവന്ന ആവാലോ. ശാശാനും രാമവാര്യരും കൂടി പാടിയിട്ടുള്ള ഞാൻ മുഴുവൻ ശങ്കരാഭരണം കേട്ടിട്ടുണ്ട്. മുഴുവൻ അതിന് ഈ അനുഭവം ഇല്ല. മുഴുവൻ ശങ്കരാഭരണമായിരുന്നു. കോട്ടയ്ക്കൽ ഈ കുർപ്പാശം വന്ന പിന്നെ മാറ്റാൻ തുടങ്ങി. പക്ഷേ ഇന്ദ്രസമ്പാദനം മാത്രം വസന്ത പാടും. ശരി, അത്രേ ഉള്ളൂ. ശരി. ഇങ്ങനെ രാഗമാലികയാക്കുന്ന ഒരു സംഗതി
അടുത്ത കാലത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാഗമാറ്റങ്ങൾ ഇപ്പോൾ മറ്റുള്ള പാട്ടുകാർ വരുത്തിയത് അവരുടെ കൂടെ ഒന്ന് പാടിയിട്ടുണ്ടല്ലോ, ആ ഒരു അനുഭവം പിന്നീട് ഒരു പ്രചോദനമായിട്ടുണ്ടോ? നമ്മൾ പാടുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഒരു പദത്തിൻ്റെ രാഗം മാറ്റി നോക്കാമെന്ന് ഉണ്ടാവണമല്ലോ. കാരണം നമുക്ക് അത് കേട്ട് നമ്മളതുപോലെ പാടണമല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും. നിലവിലുള്ള രാഗങ്ങളുടെ തന്നെ അതിൻ്റെ പരമാവധി വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ കൊണ്ടുവരികയാണോ കഥകളിപ്പാട്ടിന് നല്ലത്, അതോ പുതിയ രാഗങ്ങൾ ഇങ്ങനെ ഇതേപോലെ പരീക്ഷിക്കലാണ്? നിലവിലുള്ള രാഗങ്ങൾ ഒന്നും ചീത്തയല്ല, എല്ലാ പദങ്ങൾക്കും പറ്റിയ രാഗങ്ങൾ തന്നെയാണ്. ഇപ്പം പറഞ്ഞ കഥകപദം 2 ശങ്കരാഭരണം അടുത്തടുത്ത, അതെ. പക്ഷെ രണ്ടിനും 2 ഭാവം പാട്ടുകാരൻ്റെ മനസ്സിലാണ്. പാട്ടുകാരൻ്റെ മനസ്സിലാണ് 2 ഭാവം. അപ്പോഴത്തെ അർജുനൻ ആരാണെന്ന് അവൻ്റെ മനസ്സിലുണ്ടാവണം, മറ്റേയാൾ ആരാണെന്ന് അവൻ്റെ മനസ്സിലുണ്ടാവണം. ഇത് രണ്ടും മനസ്സിലില്ലാത്തവന് എല്ലാം ശങ്കരാഭരണമാണ്. അങ്ങനെയുള്ളവൻ്റെ ശങ്കരാഭരണത്തിന് മാറ്റം ഉണ്ടാവില്ല. ഇത് രണ്ടും മനസ്സിലുള്ളവൻ്റെ ശങ്കരാഭരണത്തിന് മാറ്റം വരും. അത് പാട്ടുകാരൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ സാഹിത്യത്തിനോ വേഷക്കാരനോ ഒന്നും ഒരു പങ്കുമില്ല. ഇപ്പം ബൃഗ ഉപയോഗിക്കുക, ഇപ്പോൾ ഹൈദരാബാദിൽ ഒരുപാട് ബൃഗ ഉപയോഗിച്ച് പാടിയിരുന്ന ആളാണ് നമ്പീശാശാൻ. ഒരു തരക്ക് ഗമക അല്ല, മൂപ്പരുടെ ഒരു തരം ബൃഗയാണ് മൂപ്പര് ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ സാധകം ബൃഗ കൈകാര്യം ചെയ്യുന്നത് നമ്പീശാശാനാണ്. അതെ, അങ്ങനെ എനിക്ക് തോന്നിയത്. ഗമകാണ് ഇപ്പോൾ എംബ്രാന്തിരി ആയാലും ഗമകനായാലും ഗമകത്തിൻ്റെ ഒരു ശൈലവതം ഗംഗാരാശൻ വന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ അതിൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഹൈദരാലിയൊക്കെ നിൽക്കുക. അവർ മൂപ്പരൊക്കെ കൂടുതലും ഒരു ബൃഗ പ്രധാനമായിട്ടാണ്. അപ്പോൾ ഇതിനോടൊക്കെ കൂടി പാടുമ്പോൾ എങ്ങനെയാണ് അത് യോജിക്കണത്? കാരണം ഏതാ ഗമകത്തിലാണോ ഈ ഇപ്പോൾ പി ഡിയുടെ ശാരീരത്തിൻ്റെ ഒരു നിലപാട് നിൽക്കണത്, അതോ ബൃഗയിലാണോ? അങ്ങനെയല്ല, തൊണ്ടയിൽ വരുന്നത് അത്രേ ഉള്ളൂ. എന്താ തൊണ്ടയിൽ വരുന്നത്? അപ്പോൾ ഇവരുടെ കൂടെ പാടുമ്പോൾ, ഇപ്പോൾ ഹൈദരാബാദിൻ്റെ കൂടെ പാടണം, ഹൈദരാബാദിൻ്റെ കൂടെ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൃഗ വേറൊരു പാട്ടുകാരന് എടുക്കാൻ പറ്റില്ല. ഇല്ല, വരുത്താൻ പറ്റുമെന്ന് നോക്കും, വന്നല്ലെങ്കിൽ പോയി. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അയാളുടെ ഒരു വലിയ സംഭവം പണ്ട് ഈ എവിടെ തിരുവാർപ്പിലൊരു കളിക്കും ഏതാറോളം കുറേ പാടു വേഷക്കാരൻ വന്നില്ല. ഏതായാലും ഞാൻ അയാൾക്ക് ഏതാറും പല സംഭവങ്ങൾ ചെയ്തു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവരോട് ഞാൻ ചെയ്തു. അത്രേ പറ്റുള്ളൂ. അതിനോട് യോജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് എളുപ്പമല്ല. പൊന്നാനി ശങ്കിടിയായിട്ടുള്ള ഒരു അവരുടെ ഒരു പൊരുത്തം എന്ന് പറയുന്നത് എന്താ, ശരിക്കും ശബ്ദത്തിലുള്ള പൊരുത്തമല്ല, പാടുന്ന രീതിയെ അതേ രീതി തന്നെ പാടാൻ ശ്രമിക്കുക എന്നുള്ളത്. അതിൽ കൂടുതൽ സാമ്യം ഉണ്ടാവണമെന്ന് ഉറപ്പില്ല, ശ്രമിക്കുക. അപ്പോൾ അതിപ്പോൾ ഇവരുടെയൊക്കെ കൂടെ പാടുമ്പോൾ വ്യത്യസ്തമായിട്ടാണോ നിൽക്കുക? പലരും പല രീതിയിലല്ലേ പാടുന്നത്. അപ്പോൾ അതൊരു ശ്രമമാണോ? ശ്രമമാണ്. ഈ ഓരോരുത്തരുടെയും കൂടെ പാടുക എന്നുള്ളത് ശ്രമമാണ്. അല്ലാണ്ട് ഇന്നയാൾ പാടുള്ളൂ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഗംഗാരാശാൻ്റെ കൂടെ പാടണം, ആ ഒരു ഗമക അല്ലല്ലോ, ആ ഒരു ഗമകത്തിൻ്റെ സ്വഭാവം അല്ലല്ലോ പി ഡിയുടെ ശബ്ദത്തിനുള്ളത്. അല്ല. അപ്പോൾ എങ്ങനെ കൂടെ നിന്ന് പാടുമ്പോൾ ശ്രമിക്കുക, വരുത്താൻ നോക്കുക, വന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അത് തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അവനവൻ്റെ തൊണ്ടയ്ക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ ഹൈദരാലിക്ക് വളരെ പ്രിയപ്പെട്ട ശങ്കിടി പാട്ടുകാരനായിട്ട് ഇപ്പോൾ ഹരിദാസേട്ടനെ പറ്റി എപ്പോഴും മൂപ്പര് പറയും, അത് കഴിഞ്ഞാൽ പി ഡി ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അത് ഈ ഒരു തരത്തിലുള്ള യോജിപ്പ് നിങ്ങളുടെ പാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇതാണ്, അയാൾ എന്താ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കും, അദ്ദേഹം മനസ്സിലാക്കിയിട്ടായിരിക്കും. ഞാൻ അയാൾ പാടുന്ന മാതിരി പാടും എന്നുള്ളതല്ല, അയാൾ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അതാ ശ്രദ്ധയ്ക്കുള്ളൊരു അംഗീകാരം. ശ്രദ്ധയാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കാതെ ഒരു സംഘടിക്കാരൻ നിന്നാൽ അത് സംഘടിക്കാരനല്ല. ഈ ശ്രദ്ധ കൊണ്ടാണോ എംബ്രാന്തിരിക്കും പിന്നെ പി ഡി എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും അതെ, എല്ലാവരോടും അതെ. ഞാൻ എന്താ പാടണമെന്ന് ശ്രദ്ധിക്കും. ആ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടാക്കി തന്നത് നെടുങ്ങാടിയാശാനാണ്. എന്താ സംഗീതം എന്നുള്ളത് മനസ്സിലാക്കി
അപ്പം ശ്രദ്ധിക്കുമ്പോൾ അത് നമുക്ക് പത്മനാണെങ്കിൽ പത്മനാഭത്തെയും കഥകളിയിൽ ശ്രദ്ധിക്കാതെ ഒരു സംഭവം പറ്റില്ല. ചെണ്ടയാണെങ്കിലും ചെണ്ടക്കാരൻ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കഥകളിയിൽ പാട്ടുകാരനും പത്രക്കാരനും ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ചെണ്ടക്കാരൻ. കാരണം എന്താ കാണിക്കണമെന്ന് നേരത്തെ അറിയണം. എന്നാലേ എന്തും കൊട്ടുന്നവനൊരു വിഷയമല്ല, കാണുന്നത് കൊട്ടുന്നവന് വിഷയമല്ല. ശരിക്കും അറിഞ്ഞു കൊട്ടുന്നവൻ നേരത്തെ കുട്ടി വിഷക്കാരൻ്റെ ചലനം അറിഞ്ഞ് അതറിയണം. അങ്ങനെ ആയാൽ ശരിക്കും ചെണ്ടക്കാരൻ ചെണ്ടക്കാരനല്ല, കഥകളി കൊട്ടുകാരനാവണമെങ്കിൽ അത് പറഞ്ഞാൽ പൊതുവാളാശാനൊരു പ്രത്യേക എന്ത് കാണിച്ചാലും അതിനൊരു ആ രീതിയിലുള്ള ഒരു കൊട്ട അദ്ദേഹത്തിൻ്റെ. പൊതുവാളാശാൻ്റെ ഒരു സംഗതി വെച്ചാൽ അദ്ദേഹത്തിന് അരങ്ങത്ത് വന്ന ഒരാൾ പോലും അശ്രദ്ധരായിട്ട് നിൽക്കണ ഇഷ്ടമല്ല. അശ്രദ്ധരായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ കടന്നു പോകാൻ പറയും, ഇവിടെ നിൽക്കണ്ട പോക്കോളാൻ പറയും. മൊത്തം പുള്ളി അതെ കയ്യിലാണ്. അപ്പോൾ പറയും പീഡി ഉണ്ടോയെന്ന് ചോദിക്കും. പീഡി ഉണ്ടെങ്കിൽ പീഡി വരാൻ പറയാമോ. ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ഗിരീശനോടൊക്കെ പറയണത് പീഡിയെ വിളിക്കാൻ പറയും. അതെന്താ വെച്ചാൽ അങ്ങനെ പരിപൂർണമായി ശ്രദ്ധിച്ച് നിൽക്കുന്ന ആൾ മതി അരങ്ങത്ത്. വലിയ കേമൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അപ്പോൾ ആ ശ്രദ്ധ ഈ അരങ്ങിൽ നിൽക്കാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുറേ കാലം കഴിയുമ്പോൾ ഇത് നിന്ന് നമുക്കൊരു മടുപ്പ് വരില്ലേ? കാലം മടുക്കുമോ? അല്ല, ഞാൻ ചോദിക്കുക, ഞാൻ ഇപ്പോൾ യാന്ത്രികമായിട്ട് പല ആളിലും നിൽക്കണമെന്ന് കണ്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെ വലിയ ശ്രദ്ധയൊന്നുമില്ല, അങ്ങനെ നിന്ന് അങ്ങനെ പോണവരുണ്ട്. അതിപ്പോൾ നിവൃത്തിയില്ല, ശരി, അനുഭവിക്കുക എന്നല്ലാണ്ട്. ആ ശ്രദ്ധ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ കലയോടുള്ള ഈ കൊട്ടിനോടായാലും അല്ലെങ്കിൽ സംഗീതത്തിനോടായാലും അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യത്തിനോടായാലും ഒക്കെ ഉള്ള ഒരു കുടഞ്ഞു കളയാനാവാത്ത താല്പര്യം കൊണ്ടാണോ? തീർച്ചയായിട്ടും ശരി, അത് തന്നെയാണ് അതിൻ്റെ കാര്യം. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കലയുടെ പിന്നെ എന്താ പറയുക, അത് തന്നെയാണ്. ഇപ്പോൾ ഈ കച്ചേരികൾ, ഇപ്പം ഇത്രയധികം കച്ചേരികൾ ചെറുപ്പം മുതൽ കേട്ട ആൾ, കച്ചേരികളോട് വലിയ ഭ്രമമുള്ള ആൾ, ഒരുപാട് വർണ്ണങ്ങൾ വാസു നെടുങ്ങാടി എന്നൊക്കെ പഠിച്ച ആൾ, ഈ നിലയ്ക്ക് കച്ചേരിയുടെ വളരെ സ്വാധീനമുള്ള ഒരു മനസ്സ് നിലനിൽക്കുമ്പോൾ, പക്ഷെ കഥകളിക്ക് പാടുമ്പോൾ ആ കച്ചേരിയിൽ പാടുന്ന ഒരു സമ്പ്രദായവും, അത് രാഗത്തിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ ഒരു സ്വഭാവമായാലും അതിൻ്റെ ഗമകത്തിൻ്റെ രീതിയായാലും മൃഗങ്ങളുടെ രീതിയായാലും അതിലെ മനോധർമ്മത്തിൻ്റെ രീതിയിലും ഒന്നും അതിലേക്ക് കൊണ്ടുവരാത്ത ഒരാളാണ് പീഡി തമ്പുരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഔചിത്യം, വിവേകം അതിനെ സൂക്ഷിക്കാൻ തക്കവണ്ണം പലർക്കും സാധിക്കില്ല. കാരണം ഈ കച്ചേരി എന്ന് പറഞ്ഞാൽ വലിയൊരു സമുദ്രം. അപ്പോൾ അതിൽ നിന്ന് പലതും ഇതിലേക്ക് കൊണ്ടുവരണം തോന്നും. പക്ഷെ അത് കൊണ്ടുവരണമെന്ന് തോന്നാതിരിക്കത്തക്കവണ്ണം മനസ്സിനെ ശക്തിപ്പെടുത്തിയ ഒരു ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? കച്ചേരി കേൾക്കുക അല്ലെങ്കിൽ സംഗീതം കേൾക്കുക, എന്ത് ഇത് സംഗീതം കേൾക്കുന്നതും അത് വേറൊന്നിലേക്ക് പകർത്താനായിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ള സംഗീതത്തിൻ്റെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ്. അത് കേൾക്കുന്തോറും നമ്മുടെ മനസ്സിൽ സംഗീതം ഇങ്ങനെ കൂടി വരും. പക്ഷെ അത് കഥകളിയിലേക്കോ ഇതൊന്നും പറ്റുന്നത് ആവില്ല, സംഗീതങ്ങൾ. പക്ഷേ നമുക്ക് സംഗീതം നമ്മുടെ മനസ്സിൽ വരുമ്പം ഇതിനെല്ലാം ഒരു ഗുണമാവും. കഥകൾ സംഗീതത്തിനും എല്ലാ സംഗീതത്തിനും നമ്മുടെ മനസ്സിലെ സാധനം കൂടുമല്ലേ. ഈ സംഗീതം എന്ന് പറയുന്ന സംഭവം അതിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല. അത് കൂടുന്തോറും നമ്മുടെ മണ്ടെന്ന് പറയുന്ന സാധനത്തിന് വ്യാപ്തി കൂടും. ഇപ്പോൾ പഴയ രീതി, ഇപ്പോൾ കഥകളിപ്പദ കച്ചേരി എന്ന് പറഞ്ഞപ്പോൾ ശങ്കരനമ്പ്രാതിരിയൊക്കെ ആയിട്ട് വളരെ പ്രചാരത്തിൽ കൊണ്ടുവന്നൊരു കഥകളിപ്പദ കച്ചേരിയുടെ സംസ്കാരമുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്യണത് കഥകളിപ്പദങ്ങൾ എങ്ങനെ പാടണോ, ശ്ലോകങ്ങൾ പാടണോ, അത് തന്നെ മൂപ്പര് കച്ചേരി ആയിട്ടാണ്. നിങ്ങൾ വയലിനും മൃദംഗമായിട്ടാലും ചെണ്ട മതലായാലും തന്നെയാണ് അദ്ദേഹം സ്റ്റേജിൽ പാടുന്ന അതേ സംഭവം. അതെ. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് കച്ചേരിയുടെ ഒരു സ്വാധീനം പരോക്ഷമായിട്ട് വരുന്നതിന് കുഴപ്പമില്ല, പരോക്ഷമായിട്ട് വരും, പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ഈ കഥകളി പാട്ടിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. രാഗനാഥൻ പല്ലവി പോലെ, അല്ലെങ്കിൽ നരവലൊക്കെ പിന്നെ പണ്ട് ആവശ്യമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഈ അതിന് ആസ്വാദകരുണ്ട്. പക്ഷെ അത് കഥകളിയായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിന് ബന്ധപ്പെടണ്ടോ എന്നുള്ളതാണ്. ബന്ധപ്പെടാൻ നിയമമില്ല. പിന്നെ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പോലും പാട്ടുകാരൻ തുടങ്ങിയാൽ നിവൃത്തിയില്ല. അതിനൊരു പിന്നെ കഥകളി സംഗീതത്തിൻ്റെ ഒരു ഛായ എന്ന് പറഞ്ഞാൽ
അത് വേറെ ഐറ്റമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കഥകളി സംഗീതം. കാരണം വേറെ ഒരു സംഗീതത്തിനും വാതാപി പാടിയാൽ അതിൽ സാഹിത്യത്തിനോ ഒരു വിലയില്ല. അതിലുള്ള സംഗീതത്തിന് മാത്രമേ ഉള്ളൂ. മറ്റേ ഒരു നാളും നിരൂപണമല്ലേ നമ്മൾ പാടുമ്പം ആ സംഭവം അപ്പുറത്തെ സംഭവം ഇതെല്ലാം ഒരു കുറച്ച് നേരം നമ്മുടെ മനസ്സിലിങ്ങനെ അപ്പോൾ ഒരു പ്രത്യേക സംഭവമാണ് കഥകളി സംഗീതം. മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരൈറ്റമാണ്. അത്രയും സന്തോഷം തരുന്ന ഈ ഒരു സംഗീതമില്ല കഥകളി സംഗീതം പോലെ. അതിപ്പോൾ ഈ കാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലം ഇപ്പോൾ ഇതിലിപ്പോൾ പതിഞ്ഞ് വിളംബകാലം വേണ്ട സമയത്ത് വിളംബകാലം, മധ്യമകാലം വേണമെങ്കിൽ മധ്യമകാലം, ദ്രുതകാലം വേണമെങ്കിൽ. ഇപ്പോൾ ഈ എംബ്രാന്തിരിയുടെ ഒക്കെ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാല അരങ്ങുകളിലല്ല, പിൽക്കാലത്തെ അരങ്ങുകളിൽ ഇപ്പോൾ അജിതഹരയൊക്കെ പാടുമ്പോൾ വളരെ കാലം താത്തിയിട്ട് അദ്ദേഹം പാടുക. ഈ കാലം താത്തി ഇങ്ങനെ വല്ലാതെ താഴ്ത്തുമ്പോൾ എന്താ വെച്ചാൽ അവരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. രണ്ട് സംഗതികളാണ് അതിൽ ഇവർ ഉദ്ദേശിക്കണ പോലെ ഭാവം അതൊരു സൂക്ഷ്മമാവണില്ല. രണ്ട്, മേളം അവിടെ ഇങ്ങനെ വലിയും. അങ്ങനെ മേളം വലിയും ഭാവം സൂക്ഷ്മമല്ലാതെയും ആയിത്തീരുന്ന തരത്തിലുള്ള ചില കാലമാറ്റങ്ങൾ പല പാട്ടുകാരും കൊണ്ടുവരുന്നത്. അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്താ തോന്നണത്? ഇപ്പോൾ മേളം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ, മേളം കഴിഞ്ഞ് വന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അത് കഥകളി പിന്തുണയ്ക്കുന്നുണ്ടോ? എന്താ അഭിപ്രായം? ഒരു നിയമം ഉള്ളതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് അതിൻ്റെ ഒരു മുഴച്ച് നിൽക്കും. അതെ. ഒരു കാലമുണ്ട്, ശകലം കാലത്താത്ത ശകലം കയറ്റുകയും ചെയ്താൽ അതൊരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടമാനം താഴത്തേക്ക് പോലും കണ്ടമാനം മുകളിലേക്ക് പോലും രണ്ടും ദോഷമാണ്. അതിൻ്റെ ഒരു വ്യവസ്ഥയിൽ തന്നെ അതിനൊരു ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല. ഇത് കാരണവന്മാർ വളരെ നിർബന്ധമായിട്ട് ഓരോന്നിനും മനസ്സിൽ തീരുമാനിച്ച് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റില്ല, കുറച്ചൊക്കെ മാറ്റം വരുത്താം. അത് കൂടുതലായിട്ട് മാറിയാൽ കൊള്ളില്ല. ഇപ്പോൾ അതിൽ ഇപ്പോൾ ഗമകമൊക്കെ കൊടുത്ത് വളരെ മെലഡിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പാടുമ്പോൾ എന്താ വെച്ചാൽ പാട്ട് ഈ നമുക്ക് വല്ലാതെ സംഗീതാത്മകമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കഥകളിയെ സംബന്ധിച്ചിടത്തോളം അത് മേളത്തിന് ഇങ്ങനെ വലിക്കും, പിന്നാക്കം വലിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു നിഷ്കർഷ അവർ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ രണ്ട് പേരാണ് എന്നെ സംബന്ധിച്ച്, ഇപ്പോൾ അങ്ങേക്ക് എന്താണെന്ന് തോന്നിയതെന്ന് എനിക്കറിയില്ല, ഈ ഉണ്ണികൃഷ്ണകുറുപ്പും ഉണ്ണികൃഷ്ണകുറുപ്പും ഹൈദരലി, ഈ രണ്ട് പേരും അവർ ഈ ദൃശ്യത്തിൻ്റെ കാലത്തിന് അനുകൂലമായിട്ട് മാത്രമേ അവർ കാലം കൊടുക്കുള്ളൂ. അപ്പോൾ അത് മേളം കൊടുക്കും. അതിപ്പോൾ ചേങ്കലയിൽ ഇടഞ്ഞു കൊട്ടിയാലും കൊട്ടിയില്ലെങ്കിലും മേളം കൊടുത്ത് അവർ പാടുള്ളൂ. ആ മേളം കൊടുത്ത് പാടുന്നൊരു സംസ്കാരം ചിലപ്പോൾ ചില കഥകളിൽ ചില സന്ദർഭങ്ങൾ കർണശബദമൊക്കെ അങ്ങനെയുള്ള ചില വളരെ വൈകാരികത കൂടുതലുള്ള കഥകളിലൊക്കെ ആയാൽ ചിലപ്പോൾ മെലഡി കൂട്ടിയാലായിരിക്കും അവിടെ അനുഭവം കൂടുക. അപ്പോൾ അവിടെ മേളം സാമാന്യ നിലയ്ക്ക് കുറയും. അപ്പോൾ ആ തരത്തിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് എന്താ തോന്നുന്നത്? ആവശ്യമായ വ്യത്യാസം വരുത്താം. അത് അനാവശ്യമാവരുതെന്നുള്ളൂ. കൂടുതലായാൽ ഇതൊന്നിനും പറ്റില്ല. ആവശ്യത്തിനുള്ള മാറ്റം. ഇപ്പോൾ ഊർജിതാശയ കുറുപ്പാശം ആദ്യകാലത്തൊക്കെ കുറച്ച് പതിഞ്ഞായിരുന്നു. അടുത്ത കാലത്ത് പുള്ളി നല്ല സ്പീഡാക്കി. പക്ഷെ അത് ഒരു പരിധി വരെ ആവശ്യമാണ്. ഹംസമാണ്. അത് പുള്ളി അറിഞ്ഞാണോ അത് ചെയ്തത്? അത് കുറച്ച് സ്പീഡിലാക്കിയപ്പോൾ അതിനൊരു സുഖം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നിച്ച് പാടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല മേളക്കെട്ടാണ്. ആ മേളക്കെട്ട് കൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈദരലിയുടെയും ഉണ്ണികൃഷ്ണകുറുപ്പിൻ്റെയും പാട്ടിനോട് ഈ വേഷക്കാർക്ക് കൂടുതലായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവാൻ കാരണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. എന്താ തോന്നണം? അതുകൊണ്ടായിരിക്കും ആവശ്യത്തിലുള്ള സാധനങ്ങൾ വേണ്ട മാതിരി കിട്ടിയാൽ അതെ അതൊരു സുഖമാണ്. ഇനി മെലഡി കൊടുത്ത് പാടുന്നവരോട് വേഷക്കാർക്ക് പൊതുവെ അത്ര താല്പര്യമില്ല. താല്പര്യം കുറച്ച് കുറവാണ്. അവർ പാടണോണ്ട് അവർക്ക് വിഷമമല്ല, എന്നാലും അവരെക്കാൾ ഇവരെയാണ് കൂടുതൽ പ്രിയം.
അത് പക്ഷെ സംഗീതത്തിൻ്റെ ഒരു ദൃഷ്ടിയിൽ നോക്കുമ്പോഴോ, സംഗീതത്തിൻ്റെ ഇപ്പോൾ ശങ്കരമ്പ്രാന്തിരി പാടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ വെൺമണി പാടുമ്പോഴാണെങ്കിലും അവരൊക്കെ ഈ മെലഡിയിൽ, ഗംഗാരേശം പാടുമ്പോൾ അവരൊക്കെ ഈ മെലഡിയിൽ ഇങ്ങനെ ഊന്നിക്കൊണ്ടാണ് പാടുക. വേഷക്കാരെ സംബന്ധിച്ച് ഇവരുടെ മെലഡി അവർക്കത്ര പ്രിയപ്പെട്ടതല്ല. പലർക്കും പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശിവരാമേട്ടനും കുഴപ്പമില്ല. അങ്ങനെ അവരുടെ സംഗീത ആസ്വാദനത്തിൻ്റെ കുറവെന്ന് പറയാൻ പറ്റുള്ളൂ. ശരി. ശരിക്ക് സംഗീതം മനസ്സിലുള്ളവർക്ക് അതൊരു അപാകതയായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. അതാണ് ശിവരാമൻ്റെ വ്യത്യാസം. അതെ 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 അതെ. അല്ല, അപ്പം അതിപ്പോൾ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് തന്നെ മേളം കൊടുത്തും നമുക്കിത് കൊണ്ടുപോകാമല്ലോ. സംഗീതം ആസ്വദിച്ച് ഇത് നമ്മൾ ചെയ്യുമ്പം എല്ലാം നമ്മുടെ കൂടെ വരും. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, കൃത്യമായിട്ടുള്ള സാധനങ്ങൾ വന്നാൽ എല്ലാവരും കൂടിക്കോളും. ഇപ്പം ശങ്കരവാരൊക്കെ അദ്ദേഹമൊക്കെ ചെയ്യണതെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് മേളം കൊടുത്തിട്ടാണല്ലോ. അതേസമയം അത് ഒരു പക്കമേളം പോലെ മൃദംഗം പോലെ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? എളുപ്പമല്ല. അതാണ് എനിക്ക് തോന്നിയത് അതാണ്. അപ്പോൾ അതിൻ്റെ ഒരേ ഒരു പ്രശ്നം ഒന്നേ ഉള്ളൂ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു വാദ്യങ്ങൾ അപ്രസക്തമാവും. കാരണം അത് വേറൊന്നിനോട് യോജിക്കാൻ പറ്റാതെ നിൽക്കുക. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിന്. അതുണ്ട് അവിടെ നിൽക്കുക തന്നെ. ഞാൻ ചോദിക്കുക, അങ്ങനെ ഇതിനെ മേളം കൊടുക്കുകയും അതേസമയം ഭാവം കൊടുക്കുകയും ലയം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണോ? വെല്ലുവിളിയല്ല, അത് ആ സമയത്ത് നമുക്ക് തോന്നുന്നത് ചെയ്യുന്ന, അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതെല്ലാം ഉണ്ടായാൽ അത് വരും. കഥകളി സംഗീതത്തിൻ്റെ പിൻതലമുറകൾ, പുതിയ തലമുറയിൽപ്പെട്ട ഒരു കഥകളി സംഗീതം എന്ന് പറയുന്നത് അതിനൊരുപാട് അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ വിന്യാസങ്ങളിലും അവരുടെ പ്രവൃത്തികളിലൊക്കെ, അരങ്ങ് പ്രവൃത്തികളിലൊക്കെ വളരെ വ്യത്യാസം കാണുന്നുണ്ടോ ഒരു പഴയ കാലത്ത് നിന്ന് വെച്ച് നോക്കിയാൽ? മുമ്പത്തെ കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ ഏതൊരാകും പാടിയാലും അവസാനം സാവേരി വന്ന് നിൽക്കുന്ന പാട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ഏതൊരാകും പാടിയാലും അവസാനം വരുമ്പോൾ സാവേരി എന്താണോ അങ്ങനെ ഏതോ ഒരു പാട്ടുകാരനുണ്ട്, ആരും പറഞ്ഞില്ല, എനിക്കും അറിയില്ല. അപ്പം ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ കഥകളി സംഗീതം ഒരുപാട് മാറിപ്പോയി. കാരണം ഇപ്പോഴത്തെ കഥകളി സംഗീത പിള്ളേർ എന്താ സംഗീതം എന്നുള്ളത് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കഥകളി സംഗീതത്തിന് പിന്നെ ക്ലാസിക്കൽ സംഗീതം വളരെ കുറച്ചുള്ളൂ. ഒരു വർണ്ണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത്യാവശ്യത്തിനുള്ള ഒന്ന് രണ്ട് കീർത്തനം ഇത്രയൊക്കെ കഥകളി സംഗീതത്തിന് അന്ന് ഉള്ളൂ. അതിൻ്റെ പിന്നെ കുഴപ്പങ്ങൾ അന്നുള്ള പാട്ടുകാർക്കും ഉണ്ടായിരുന്നു. കാരണം അവർ അതിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിയിട്ടുള്ള ഹരിദാസും ഹരിദാസൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ ഒരു ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. കാരണം അപ്പുറത്തേക്ക് ചിന്തിക്കണമെങ്കിൽ സാധനം കയ്യിലുണ്ടാവണം. ഈ ഉള്ളവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവൻ അത് തന്നെ എന്ത് ചെയ്യും അത്രേ ഉള്ളൂ. അപ്പം സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ എല്ലാത്തിലും വരണം. അത് സംഗീതത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ, അതോ മേളത്തിനെ അപേക്ഷിച്ച് സംഗീതത്തിൽ അത് കുറവാണോ, അല്ലെങ്കിൽ സംഗീതവും മേളമൊക്കെ ഈ കാര്യത്തിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണോ? പണ്ടത്തെ സ്റ്റൈൽ നോക്കിയാൽ ഇപ്പം മേളത്തിൻ്റെ കഥകളിക്ക് മേളത്തിന് കൊട്ടൽ, മുദ്രയ്ക്ക് കൂടുതൽ, ശരിക്കും ശകലം ശബ്ദം അധികമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ കേട്ടോ. മുമ്പ് ഇത്രയും ശബ്ദത്തിൽ മേളത്തിന് കൂട്ടിയിട്ടില്ല. പുതുവാളാണെങ്കിലും ആരാണെങ്കിലും ശബ്ദ വോളിയം കൂടിയിട്ടുണ്ടെന്ന്. വോളിയം കൂടിയിട്ടുണ്ട്. അത് ഈ ഹാളിന്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല, സ്വതവേ
കൊട്ടുന്നതിൻ്റെ ശബ്ദം കൂട്ടിയിട്ടുണ്ട്. ശരി. ഓ ഓ, അത് മറ്റുള്ളവർക്ക് അരോചകം അതല്ല ഞാൻ പറയണത്. സ്വതവേ പിന്നെ സ്വതവേ വേഷത്തിന് നല്ലതാണ്. വേഷക്കാരന് കുറച്ചുകൂടെ ഗുണകരമാണ്. പക്ഷെ മൊത്തം എല്ലാം കൂടെ കൂടുമ്പം ഈ ചെണ്ടയും അത് മദ്ദളമാണെങ്കിലും അതെ അതിൻ്റെ ശബ്ദം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ചെണ്ട എല്ലാം മൂപ്പിച്ച ചെണ്ടകളാണ്. മൂപ്പിച്ച ചെണ്ട എന്ന് പറഞ്ഞാൽ ഈ ചെണ്ട വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത് കുറേ കൂടി അതിൻ്റെ ശബ്ദത്തിന് കുറേ കൂടി ഇത് വരും. പക്ഷേ അതേസമയം അതിൻ്റെ ഭാവം കൊണ്ട് ഇത്ര മൂപ്പ് വേണമെന്ന് എനിക്കറിയില്ല. മൂപ്പ് കൂടിയാൽ അത് ഭാവത്തിനെ ബാധിക്കുമോ? ഇല്ല 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 ഇല്ല, ഒന്നും വിഷയമല്ല. ഞാനതിൻ്റെ മൊത്തത്തിലുള്ള മുമ്പ് ചെയ്തിരുന്നതും ഇപ്പം ചെയ്യുന്നതുമായിട്ട് ഈ വേഷത്തിൻ്റെ ചൊല്ലിയാട്ട സമയത്തുള്ള മുദ്രയ്ക്ക് കൂടുതൽ അതിൻ്റെ ശബ്ദം പണ്ടത്തെക്കാളും കുറച്ച് മാറ്റം വന്നു. കുറച്ചുകൂടെ ഓളിയം കൂടിയുണ്ട്. അത് ചൊല്ലിയാട്ട സമയത്താണോ അതോ അരങ്ങിലോ? ചൊല്ലിയാട്ടത്തിനല്ല, സ്റ്റേജിൽ. അതിൽ ചെണ്ടയുടെ വോളിയം, ശബ്ദം, ചെണ്ടയും മദ്ദളവും ഒക്കെ ഒരു വോളിയം അതൊരു വ്യത്യാസം വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു ധാരണയ്ക്ക് ഒരു ചെറിയ അതിൽ വല്ല വിള്ളലുണ്ടായിട്ടുണ്ടാവും? ഇല്ല, മുദ്ര കാണിക്കുന്നതിനുള്ള കൊട്ടുന്നത് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊട്ടുന്നതിൻ്റെ വോളിയം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ളൂ ഞാൻ. അത്രയും സാധനം തന്നെ കുറച്ചുകൂടെ വോളിയം കുറച്ച് ചെയ്യാവുന്നതാണ്. അതെ, അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു വോളിയം കൂട്ടി ചെയ്യുമ്പം വേഷക്കാരന് കുറച്ച് അനുഭവം കൂടും. അല്ല, വേഷക്കാരന് അനുഭവം കൂടാം. ഇപ്പോൾ ഇന്നലെ ലവണാസുരത്തിൽ സുഗമോദേവി എന്നുള്ള സീതയായിട്ടുള്ള ഇതുണ്ടല്ലോ, അതിലിപ്പോൾ ഉണ്ണീഷൻ വളരെ വളരെ ഏറ്റവും മൃദുവായിട്ടാണ് അതിന് കൊട്ടിയത്. പക്ഷെ മദ്ദളം കുറച്ച് കൂടുതലാണ്. ഇപ്പൊ പറഞ്ഞതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറയാം, അത് അവര് തമ്മിലുള്ള ഒരു ഒന്നാമത് ഇവരങ്ങനെ കൊട്ടി നിരന്തരം കൊട്ടിയിട്ട് അങ്ങനെ ഒരു ധാരണയില്ലല്ലോ. പഴയ പോലെ ഇപ്പോൾ പൊതുവളാശന്മാർ കൊട്ടിരുന്ന പോലെയോ അല്ലെങ്കിൽ നമ്പീശൻകുട്ടി ആശാനും മറ്റേ മന്നാടി ആശാനും കൊട്ടിരുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് മദ്ദളക്കാരുണ്ട്, ഒരുപാട് ചെണ്ടക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എപ്പോഴെങ്കിലുമാണ് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു പോരായുണ്ടോ അവർ പരസ്പര ധാരണയുടെ? ഇപ്പം ചെണ്ടയുടെ വോളിയത്തിനനുസരിച്ച് നിൽക്കണില്ല മദ്ദളം. ഇന്നലെ ഞാൻ ലവണാസുരത്തിലെ ചിന്തക്കുറവെന്ന് ഞാൻ പറയുള്ളൂ. രംഗമായിട്ടുള്ള ചിന്ത, എത്ര ശബ്ദം വേണം, എന്തൊക്കെ ചെയ്യണം, അത് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള ശബ്ദത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സമയത്തും കണ്ടമാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതുമായിട്ട് ബോധമില്ലാത്തൊരു പത്രക്കാരൻ അല്ലെങ്കിൽ ചെണ്ടക്കാരൻ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അയാളുടെ ഒരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞില്ല. പൊതുവിൽ ഇതിൻ്റെ ശബ്ദം കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സകല കൂടി കുറയ്ക്കാൻ കുറയ്ക്കാം. അതായത് അത് രംഗാടിസ്ഥാനത്തിൽ കുറയ്ക്കാനാണ്. ചില സംഭവങ്ങളൊന്നും നല്ല ശബ്ദത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളും ഇത്ര ഒച്ചയിൽ ചെയ്യണം കണ്ടിട്ടില്ല. അതിപ്പോൾ ഈ നമ്മളിപ്പം മേളപ്രധാനമായിട്ട് രംഗങ്ങളിൽ ഇപ്പോൾ 2 ചെണ്ട അല്ലെങ്കിൽ 3 ചെണ്ടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ചെണ്ടകളുടെ എണ്ണം ഇങ്ങനെ കൂടുമ്പോൾ അത് ഈ പാട്ടിനെയും അതിൻ്റെ ആ ബാലൻസിങ് പോകണുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ചെണ്ട കൂട്ടിയതുകൊണ്ട് പാട്ടിന് ദോഷം. ഞാൻ ചോദിക്കണ ചെണ്ട കൂടുതൽ എണ്ണ ആവും. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. സ്വതവേ ഇതുകൊണ്ട് പാട്ടിനൊന്നും ഒരു ദോഷമില്ല. പാട്ടുകാരൻ അയാളുടെ പിന്നെ കിട്ടിയേക്കണ അഭ്യാസം തന്നെ അതാണ്. കാരണം ഇതിൻ്റെ ഇത്രയും സാധനത്തിൻ്റെ ഇടയ്ക്കാണ് ശരിക്കും ശ്രുതി നോക്കി ഒരു കഥകളി പാട്ടുകാരൻ. ശ്രുതി നിൽക്കുമോ? ഞാനത് എല്ലാവരോടും ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇത്രയും വാദ്യങ്ങൾ നിൽക്കുമ്പോൾ ഉയർന്ന ശ്രുതിയിൽ നിൽക്കുക അത്. അപ്പോൾ ഈ ശ്രുതി ഇങ്ങനെ വെച്ചാൽ ആ ശ്രുതിയിൽ അതാണ് പരിചയം. ഇപ്പോൾ ക്ലാസിക്കൽ സംഗീതം കച്ചേരി നടത്തുന്ന ഒരുത്തനെ
ഒരു മൃദംഗത്തിൻ്റെ ഒരു ശകലം കൂടിയ അതെ അതെ അങ്ങനെ പറയുന്നതാണ് ശ്രുതിയുടെ നിയമം. സൂക്ഷ്മത നമുക്കൊന്നും വിഷയമല്ല. മദ്ദളത്തിൻ്റെ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഒന്നുമല്ലാത്ത അതും ഒരു വിഷയമല്ല. ചെണ്ടയുടെ ശബ്ദവും വിഷയമല്ല. അത് നമ്മളെ മനസ്സിലൊരു സാധനം വെച്ചോണ്ട് നമ്മൾ ചെയ്യുന്നു. അത് നമ്മുടെ ഇന്ന് പോവില്ല. ഞാൻ എത്ര ചെണ്ടക്കാരൻ എന്ത് കാണിച്ചാലും പോവില്ല. ആ ശ്രുതി ഇങ്ങനെ ആധാരമായിട്ട് നിൽക്കുമ്പോൾ ആ ആധാരമായിട്ട് നിൽക്കുന്ന ശ്രുതിയിലേക്ക് അത്ര ചേരണില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇപ്പോൾ എംബ്രാന്തിരനൊക്കെ കാണിക്കും ഇങ്ങനെ കുറച്ച് കുറയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താൻ പറയും. അതൊക്കെ ഈ ശ്രുതിയായിട്ട് ബന്ധപ്പെട്ടാണോ? ശ്രുതിയായിട്ട് മറ്റേ ശബ്ദം അങ്ങനെ ആവാം. ഇത്ര കൂടുതൽ വേണമെന്നുള്ളതല്ല. അല്ല, പിന്നെ ഇതിൻ്റെ കൂടെ ഇലത്താളം ഒട്ടും ബന്ധമില്ലാത്തൊരു ശബ്ദമാണ്. അതെ, ചേകല ഇതും ഒരു ബന്ധമില്ലാത്ത ശബ്ദം. ചെണ്ട മത്തളം ഇതൊന്നും ഈ ശ്രുതിയായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ആ ശ്രുതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ശ്രുതി നമ്മുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ നിന്നാലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആഴത്തിൽ നിൽക്കുമ്പോൾ ഈ ശബ്ദമൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ ചേങ്കിലും ഇലത്താളത്തിലും ഇവർ താളം പിടിക്കുമ്പോൾ താളം പിടിക്കണത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ ശ്രുതിയായിട്ട് അത് ഇടയെന്ന് വെച്ചിട്ടാണോ? അങ്ങനെയില്ല. ഇല്ല. ഇപ്പോൾ ഉണ്ണീശ്വർ ഹൈദരാലിയൊക്കെ അമർത്തി പിടിക്കും. അതും ശ്രുതിയായിട്ട് ഒരു ബന്ധമില്ല. താളം പിടിക്കുക എന്നുള്ളതല്ലോ. അപ്പം അത് ഈ പാടുമ്പോൾ പക്ഷെ അപ്പോഴും ഈ ശ്രുതി ഇങ്ങനെ ശ്രുതി നമ്മുടെ മനസ്സിൽ ഈ ഹാർമോണിയത്തിൻ്റെ ആ ശ്രുതി നമ്മുടെ മനസ്സിൽ ഒരു ശ്രുതി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേണമെന്നില്ല. നമുക്ക് അതേ ശ്രുതി അങ്ങനെ ശരി ഒരു അതെ ആ ശ്രുതി നമുക്ക് മനസ്സിൽ കയറിയാൽ പിന്നെ അത് വേണ്ട. നമുക്ക് അതേ ശ്രുതിയിൽ എത്ര നേരം വേണമെങ്കിലും പാടാം. പിന്നെ ശ്രുതി വെച്ച് നോക്കിയാൽ ആ ശ്രുതി ഇപ്പോൾ ഒരു സൂചനയായിട്ട് മതി. അതെ, ശ്രുതി പിന്നെ ശ്രുതി നിന്നോളൂ. അതെ, അത് ശരി. അപ്പോൾ അതും ഇവരുടെ ഈ അലോസരം തമ്മിൽ ബന്ധമില്ല അല്ലേ? അത് ശരി. പക്ഷെ അത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം. അതല്ലെങ്കിൽ അപ്പോൾ അത് പാടുമ്പോൾ ഈ ശ്രുതി ഇങ്ങനെ ഈ ശ്രുതിയിൽ നിന്ന് ഇത് ശരീരത്തിൻ്റെ ഒരു സ്വഭാവം മാറിപ്പോണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്? മാറിപ്പോവാൻ ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാറിപ്പോവാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് എന്തെങ്കിലും പറ്റാൻ ഞാൻ നോക്കും. എന്തെങ്കിലും മാറിപ്പോയോ ഒന്ന് നോക്കും. അങ്ങനെ പരിശോധിക്കും. കാരണം ആ അടിസ്ഥാനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിട്ട് പിന്നെ ഇതിപ്പോൾ ഈ മദ്ദളവും ചെണ്ടയും അതിൻ്റെ ശബ്ദവും ഇലത്താളത്തിൻ്റെ ഒക്കെ വന്നാലും ഈ സാധനം മനസ്സിലുള്ളതുകൊണ്ട് അത് മാറിപ്പോവില്ല. അത് വലിയ സ്ട്രെയിനാണ്. അപ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ടല്ല, അതൊരു സാധനയാണ്, സ്ട്രെയിനല്ല. ഇപ്പോൾ കർണാടക സംഗീതത്തിലായാലും ഹിന്ദുസ്ഥാനിയിലായാലും അങ്ങനെ പറ്റില്ല. അവരൊരു ശബ്ദം കേൾക്കാൻ സമ്മതിക്കില്ല അനാവശ്യമായിട്ട്. അതെ, പക്ഷെ നമ്മൾ ഈ അനാവശ്യ ശബ്ദങ്ങൾ കേട്ടാണ് അങ്ങനെയാണ് ഈ സംഗീതം ഉണ്ടാക്കുന്നത്. നമുക്കതൊരു വിഷയമല്ല. അതെ, അതാണ്. അതെ, ആ ഏതൊരു ശബ്ദവും വന്നാലും നമ്മുടെ ആധാരശ്രുതിയിൽ നമ്മൾ നിലനിൽക്കുകയും ആ ആധാരശ്രുതിയെ മനസ്സിൽ വളരെ ശക്തമായി സങ്കല്പിച്ചുകൊണ്ട് പാടുകയാണ്. അപ്പം അത് വളരെ സ്വാഭാവികമായിട്ട് വരണം. എന്നാലേ കഥകളിപ്പാട്ടുകാരാകാൻ പറ്റുള്ളൂ. മറ്റു സംഗീതത്തിന് ഇതൊന്നും അല്ലല്ലോ. അല്ല. എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവർക്ക് പിന്നെ മൊത്തം പോയി, ഒന്നും പറ്റില്ല. അതെ, കർണാടകക്കാർക്കും പറ്റില്ല, ഹിന്ദുസ്ഥാനിക്കാർക്കും പറ്റില്ല. അത് ഈ ശ്രുതിയെ ആധാരമാക്കിയിട്ട് മുഴുവൻ അത്രേ ഉള്ളൂ. ഇതൊരു സൂചന മാത്രമാണ്. ഇത് ഈ ശ്രുതി അവിടെ നമ്മുടെ മനസ്സിലുണ്ടാവും. മനസ്സിലുണ്ടായില്ലെങ്കിൽ മൊത്തം അശ്രുതിയായി. അപ്പോൾ ശ്രുതിക്ക് ഭംഗം വരികയാണെങ്കിൽ അറിയും, അത് തിരിച്ചറിയും. ശ്രുതി ശകലം മാറിയാൽ അറിയാത്തവൻ പാട്ടുകാരനല്ല. അത് ശ്രുതി മേളം ഇതിലേക്ക് പറ്റുമോ? കഥകളിക്ക് പറ്റില്ല. ശ്രുതി മേളം മട്ടന്നൂർ ഒക്കെ ചെയ്ത പോലല്ലേ ശ്രുതി മേളം ചെയ്തു. എല്ലാ വാദ്യങ്ങളെയും ഇങ്ങനെ കൂട്ടിയിണക്കിയിട്ട് മേളത്തിൽ ഇപ്പോൾ കുഴലായാലും കൊമ്പായാലും ശബ്ദം ഒരുമിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അതെ, അതുപോലെ ഒരു ശ്രുതിമേളം പോലെ ഇതിൽ ശ്രുതിയും ഇതിൻ്റെ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെ ഒക്കെ ആയിട്ട്
കാരണം ചെണ്ടയുടെ ശ്രുതി പത്രത്തിൻ്റെ ശ്രുതി അതുകൊണ്ട് പാട്ടുകാരൻ വേണമെങ്കിൽ 2 കട്ടയ്ക്ക് 3 കട്ടയ്ക്കൊക്കെ പാടണം. ഇത് വളരെ അപൂർവം ചെണ്ട 1.5 കട്ടയ്ക്കൊക്കെ 1 കട്ടയ്ക്കൊക്കെ 1.5 കട്ടയ്ക്കൊക്കെ നടുവിന് കൂട്ടിയാൽ ചിലപ്പോൾ പോകില്ല. വളരെ അപൂർവം, നല്ല അപൂർവമേ ഉള്ളൂ. പക്ഷെ അതൊരു പൊതു പ്രമാണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതിന് ഭാഗത്തിന് കുറ്റി ഉണ്ടാകണം, എല്ലാം നടപടിയുള്ള കേസല്ല. അപ്പോൾ പാട്ട് കഥകളി സംഗീതം എന്നുള്ളത് ഒരു നിലയ്ക്ക് കഥകളി സംഗീതത്തിൽ പഴയ കാലത്തിനെ അപേക്ഷിച്ച് കൂടുതൽ അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം അവർ സംഗീതം കൂടുതൽ പഠിക്കണം. സംഗീതമായിട്ട് കുറച്ചുകൂടെ മുമ്പത്തെക്കാളും ബന്ധമുണ്ട്. അരങ്ങുപാട്ടിനെ സംബന്ധിച്ചോ? ആ ബന്ധം അരങ്ങുപാട്ടിനും മാറ്റം വന്നിട്ടുണ്ട്. അത് ഗുണപരമായിട്ടാണോ? വലിയ ദോഷം പറയാൻ വയ്യ. എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും അതിന് പൊതുവെ നോക്കുമ്പോൾ കഥകളിക്ക് അനുഗുണമാണ് കഥകളി സംഗീതത്തിന് മൊത്തത്തിൽ മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. അത് നല്ലതുണ്ട്, ചീത്തയുണ്ട്, രണ്ടുമുണ്ട്. എന്നാലും നല്ലതായിരിക്കുമോ കൂടുതൽ? കാരണം സംഗീതമായിട്ട് കുറേ കൂടെ ബന്ധമുള്ള പിള്ളേരാണ് ഒരുപാടുള്ളത് വന്നത്. അത് നല്ലതല്ലേ? നല്ലതാണ്. അതെ. സാഹിത്യ സ്പഷ്ടം ഇപ്പം ഉള്ളൊരു സാഹിത്യസ്ഫുടതയെക്കാളും സാഹിത്യത്തിനെ ശ്രദ്ധിക്കുന്നവരാണ് ഏതാണ്ട് എല്ലാവരും എന്ന് പറഞ്ഞ പോലെ സാഹിത്യം നോക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അല്ല, കാരണം പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായമാവും തോറും ആളുകൾ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ളവർ ഇത് ഈ പുതിയ കാലത്തിൻ്റെ പല പ്രവണതകളെ അംഗീകരിക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനൊരു ചോദ്യം. ഈ വലിപ്പം നമ്മൾ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സംഗീതം എന്ന് പറയുന്ന സാധനത്തിൻ്റെ വളർച്ച അത് വലുത് തന്നെയാണ്. എന്നും ഒരു കല്യാണിയും മോളിൽ താഴ്ത്തിക്കും ഇങ്ങനെ പോയി അത് കല്യാണിയാണ്. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അതും കല്യാണിയാണ്. അതങ്ങനെ ചെയ്താൽ അത് ചീത്ത എന്ന് പറയാൻ പറ്റില്ല. അതവൻ അത്ര ചിന്തിച്ചുണ്ടാക്കണതാണ്. ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് ചിന്തിക്കണം. അത് വലിപ്പമാണ്. അതുകൊണ്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കഥകളി സംഗീതത്തിനുണ്ടായിട്ടുള്ള ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു അഭിവൃദ്ധി അത് മേളത്തിലും കാണാനുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ്റെ ചെണ്ടകൊട്ട് തുടങ്ങിയതിന് ശേഷം കൊട്ടിന് കുറച്ചുകൂടെ ഒരു സംഗീതാത്മകം വന്നിട്ടുണ്ട്. ഏതാണ്ട് ആ പ്രായത്തിലുള്ള ഇപ്പോൾ ഉള്ള പിള്ളേർ അവിടെയുള്ള എനിക്കതിന് പേരൊന്നും അറിയില്ല, അവിടുത്തെ പിള്ളേർ വേണുമോഹൻ എല്ലാവർക്കും അതൊരു പിന്നെ കൃത്യമായ ശബ്ദം, ചെണ്ടയുടെ സ്ഥാനം, ഇതൊക്കെ കൃത്യമായ ചെണ്ടയുടെ സംഗീതം വന്നു. അതെ. അപ്പോൾ കുറച്ചൊരു മാറ്റം തന്നെ പറയാതെ. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാവുമല്ലോ ഇങ്ങനെ വരാൻ കാരണം. അല്ലാണ്ട് അദ്ദേഹം തെറ്റായിട്ട് ചെയ്താൽ അത് തന്നെയല്ലേ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ആട്ടത്തിൽ കൂടുതലും സൂക്ഷ്മതകൾ മൊത്തം സമഗ്രതയിൽ സഞ്ചരിക്കുക എന്നുള്ളൊരു മൊത്തം ചെണ്ട, കഥകളി ചെണ്ട എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൈക്ക് കൂടുന്നതിനെ പറ്റി ഒരു വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ചില ആളുകളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ കൃഷ്ണൻകുട്ടി പാളാശാൻ ഉള്ള കാലത്ത് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടും വന്നിട്ടുണ്ട്. ഇത്ര അധികം കൈക്ക് കൂടേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായമുണ്ട് ചിലർക്ക്. ഉണ്ട് മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഈ പർത്തേന് മാത്രം ഇപ്പം അത് എല്ലാത്തിനും കൂടെ നീട്ടി കൂട്ടുന്നുണ്ട്. അത് വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. വേഷക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഇവിടെ ഒരു വിടൽ വിട്ടാലും ഇത്ര നീട്ടി വിട്ടാലും വലിയ മാറ്റമൊന്നും വരാനില്ല. പക്ഷേ ഇപ്പോൾ ഗോപിയാശാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ണീഷാണ് കൂടുതലും കൊട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂപ്പർക്ക് ഇതിലെല്ലാത്തിലും ഓരോ മാത്രയിലും പുള്ളിയുടേതായിട്ടുള്ളതായ ഒരു പ്രത്യേക സ്റ്റൈലിൻ്റെ അത് ശരി, അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമേ പറയാൻ പറ്റും. അത് വേറെ അതെ. അതായത് പൊതുവിലാണെങ്കിൽ
ഇപ്പോൾ അച്ചണിപ്പാളാശാനൊക്കെ കൊട്ടുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ മൂപ്പര് സമഗ്രമായിട്ടല്ലോ ആശാന അതിൻ്റെ ആ ഒരു ഭാവം പൊതുവിൽ വരുത്തലല്ലേ ഉള്ളൂ. മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. വലിയ ശബ്ദമൊന്നുമില്ല, എല്ലായിടത്തും സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കലാമണ്ഡലത്തിലായിരിക്കും പത്മനാഭനാശാൻ്റെ വേഷത്തിനാണ് മൂപ്പര് കൊട്ടുക. അപ്പോൾ പത്മനാഭനാശാന് വളരെ ബോധിച്ച ചെണ്ടക്കാരനാണ് അച്ചണിപ്പാളാശാൻ. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടാണ് കളിക്കുക. ഒട്ടും കൂടുതലില്ല, ആവശ്യമുള്ളത് ഒന്നും ഏറിപ്പോരുതെന്നുള്ളതാണ്. അതുപോലെ തന്നെ അച്ചണിപ്പാളാശാൻ കൊട്ടുക എല്ലായിടത്തും ശബ്ദം ഉണ്ടാവും, ആവശ്യത്തിനുണ്ടാവും. പക്ഷെ മദ്ദളത്തിന് ഒരുപാട് സ്ഥലം കൊടുക്കും അച്ചണിപ്പാളാശാൻ. അപ്പോൾ ചെറുപ്പശ്ശേരി ശിവനൊക്കെ എപ്പോഴും പറയും കൃഷ്ണപിള്ളാശാൻ കൃത്യ സ്ഥലമേ കൊടുക്കുള്ളൂ. വയനാട് ഭാഷ സ്ഥലം കൊടുക്കില്ല, വളരെ കുറച്ച് കൊടുക്കും. ഇപ്പോൾ ഉണ്ണീഷൻ മുതലുള്ള ആളാണെങ്കിലോ എങ്ങനെയാ? അപ്പോൾ അവർ സമകാലികരെന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണനായാലും ബലരാമനായാലും ഇങ്ങനെയുള്ള ആ കൊട്ടുകാരൊക്കെ, കൃഷ്ണദാസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയാണ് അതിൻ്റെ ഈ മദ്ദളത്തിനെ അവർ പരിഗണിക്കുന്ന ഒരു രീതി? മദ്ദളവും കൂടെ ആയാലേ ആവൂ, ചെണ്ട കൊട്ടാവുള്ളൂ എന്നുള്ളത് ഒരു ബോധം ഇല്ലാത്തവരല്ല ഈ ചെണ്ടക്കാർ. അവർക്ക് ആവശ്യമുള്ള സ്ഥലം കൊടുത്തിരിക്കും. ആവശ്യമുള്ള അത് മദ്ദളക്കാരനും ചെണ്ടക്കാർക്കും തോന്നുന്നു എവിടെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതിനായിട്ടൊരു സ്ഥലം കൊടുക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് വേണ്ട മാതിരി വന്നോളും. മദ്ദളം ഇപ്പോൾ കഥകളിയുടെ ഒരു സംസ്കാരം നമ്മൾ ഇപ്പോൾ വെട്ടനാട് രാജാവിൻ്റെ കാലം മുതൽക്കാണ് ചെണ്ട വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ. അതുവരെ മദ്ദളയുള്ളൂ. അത് മദ്ദളം എങ്ങനെ കൊട്ടിയിരുന്നു അതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ചെണ്ട വന്നതിന് ശേഷം ഈ മദ്ദളം ചെണ്ടയുടെ ഒരു പിന്തുണയ്ക്കണ വാദ്യമായിട്ടാണല്ലോ കൂടുതലും നിലനിൽക്കുക. അതിപ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ സ്ഥാനം എന്നാണോ ചിന്തിക്കുന്നത്? ഇപ്പോൾ അതിൽ കൊട്ടിയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, കഥകളി മേളം കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അതതിൻ്റെ ശബ്ദത്തിൻ്റെ വലിപ്പ മാറ്റമാണ്. ചെണ്ടയുടെ മുകളിലേക്ക് മദ്ദളത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ ഒരു പ്രകൃതം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണോ അത് ചെയ്യാൻ പാടില്ല എന്നാണ്? പറ്റില്ല. ചെണ്ടയുടെ മുകളിലേക്കൊരു മദ്ദളം ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ അതിനോട് ചേർന്നുണ്ടാക്കുക എന്നല്ലാതെ. അപ്പോൾ അതിന് പാകത്തിനുള്ളൊരു സ്റ്റൈല് വന്ന് കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അല്ലാണ്ട് അതിൽ കൂടുതൽ ശാസ്ത്രം പറയാൻ അറിയില്ല. അതിനോട് സമരസപ്പെട്ട് നിൽക്കുക എന്നുള്ള ഒരു അതിൻ്റെ കർത്തവ്യം അത് നിർവഹിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ആ ഒരു ദർശനം പഴയ ആളുകൾക്കുള്ളതാണ്. അത് തന്നെയാണ് സൂക്ഷിക്കുന്നത്. അത് തന്നെയാണ്, അല്ലാണ്ട് അതിനായിട്ട് വേറെ അങ്ങനെ ഇല്ല. ഇത് ഒന്നിച്ച് ചേർന്നിട്ടാണല്ലോ ഇതിൻ്റെ പ്രവൃത്തി വരിക. അതങ്ങനെ പറ്റും. അപ്പോൾ ചെണ്ടയ്ക്ക് ഇപ്പം എന്താ വെച്ചാൽ കാലം കൊണ്ട് ഇപ്പോൾ പഴയ പോലെ പഴയതിനേക്കാൾ വളരെയധികം ഉരുളുകൈ ഇപ്പോൾ ചെണ്ടക്കാർ പ്രയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഒന്നിച്ചാണ് ഇതെല്ലാം നിൽക്കണമെങ്കിൽ പോലും ഇപ്പോൾ ചേങ്കിലെ മെലത്താളം ഒഴിച്ച് ബാക്കി രണ്ട് വാദ്യങ്ങൾക്കുള്ള വാദന സാധ്യതകൾ അതിലിങ്ങനെ പുതിയ തലമുറകൾ വരുന്തോറും അവരതിന് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഉരുള് പോലെ ഇന്ന് ചെണ്ടയിൽ കാണാം. പണ്ട് ചെയ്തിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് മദ്ദളത്തിൽ പലതും പുതിയ മദ്ദളക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു സംയോജനം നടക്കാനുള്ളൊരു സാധ്യത പഴയ പോലെ ഇന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെ ഇല്ലെങ്കിൽ അരങ്ങത്ത് അത് സാധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അരങ്ങത്തൊരു മത്സരത്തിൻ്റെ സ്വഭാവം വരുമോ? അങ്ങനെ പറ്റില്ലല്ലോ. ഇത് ചെണ്ടയായാലും മദ്ദളമായാലും ഒരു ധാരണയില്ലാതെ മുമ്പോട്ട് പോകാൻ രണ്ടുപേർക്കും പറ്റില്ല. രണ്ടുപേരും ചെയ്യാൻ പാടില്ല. ചെണ്ടക്കാരനാണെങ്കിലും മദ്ദളക്കാരനാണെങ്കിലും എവിടെ നിൽക്കണത്, എന്തിനാണ് നിൽക്കണത് എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എൻ്റെ ആവട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. മദ്ദളക്കാരനാണെങ്കിലും അത് ആ ഒരു നിയമം ഇതിലെല്ലാത്തിനും ഉണ്ട്. വേഷത്തിനാണെങ്കിലും അത് എന്ത് ഗോഷ്ഠിയും കാണിക്കാമെന്നുള്ളത് പാടില്ല. ഇപ്പം കൃഷ്ണാശാനാണ് ഏറ്റവും കൂടുതൽ ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരുന്നത് കഥകളിയിൽ. അതേ സംഭവം തന്നെ ഗോപിയാശൻ കാണിക്കുകയാണെങ്കിൽ
അത് കഥകളി ചലനത്തിൽ നിന്ന് മാറാതെ അതേ സംഭവം ഗോപിയാശാൻ കാണിക്കും ചെയ്യും. അതെ അതെ. കൃഷ്ണദാസൻ കാണിക്കുന്നത് തനി നാടൻ സ്റ്റൈലിൽ കാണിക്കും. അതേ സാധനം ഗോപിയാശാൻ കാണിക്കും കഥകളിയുടെ ഭാഷയിൽ, കഥകളി സ്റ്റൈലിൽ കാണിക്കും. ആ ഒരു ഉറപ്പ് കഥകളിയിലുള്ള എല്ലാ സാധനത്തിലും, പാട്ടിനായാലും ചെണ്ടയ്ക്കായാലും പത്രത്തിനായാലും എന്ത് സാധനത്തിനായാലും വേണമെന്നല്ല, ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റില്ല. അവരെത്ര സിദ്ധികളും ഒരു കാര്യമില്ല. കഥകളി ചെണ്ട കൂട്ടണമെന്ന് പറഞ്ഞാൽ സാധകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എത്ര സാധകമായാലും കഥകളി ചെണ്ടയ്ക്ക് മതിയാവില്ല. പറഞ്ഞാൽ സാധകം എത്രയായാലും പോരാ കഥകളി ചെണ്ട കൂട്ടിന്. അത്യാവശ്യ സാധകം അവനും കഥകളി കൊട്ടുകൂട്ടാം. അത് ശരി. ആ റേഞ്ചിൻ്റെ കാര്യം പറയാം. റേഞ്ചിൻ്റെ പറഞ്ഞാൽ ഇങ്ങനെ ഡ്രന്ന് കാണിക്കുവാണെങ്കിൽ ഡ്രന്ന് കൊട്ടണം. അതിന് എത്ര സാധകം വേണം, എത്ര സാധകമായാലും. അതാണ് കഥകളി കൊട്ടിന് ഏറ്റവും കൂടുതൽ സാധകം വേണ്ട ഒരു കൊട്ട് കഥകളി കൊട്ടാണ്. വലിയ സാധകമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും അങ്ങനെ കൊട്ടാം. അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്താ കാണിക്കുന്നത് ഒക്കെ അറിഞ്ഞാൽ അയാൾ കഥകളിക്ക് കൊട്ടിക്കൊട്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തായമ്പകലെ പോലെ അല്ല, നിങ്ങൾ അത്ര വലിയ സമർത്ഥനും വളരെയധികം സിദ്ധികളുള്ള ആളല്ലെങ്കിലും ഇതിൽ നിലനിന്ന് പോവാം. അത് ഇതാണ്, ഇതുള്ള ആളുകൾക്കും പറ്റും. എല്ലാ സംഭവം അറിയണം. അതെ, സംഭവം അറിയണം, കാര്യം അറിയണം. അതെ, കാര്യം അറിഞ്ഞാൽ നിന്ന് പോകും. ശരിക്കും എത്ര ആയാലും മതിയാവില്ല. അതെ, അത് വേറെ. ശരിക്കും എത്ര സാധകമായാലും എത്ര ആരോഗ്യം ഉണ്ടായാലും കഥകളി കൊട്ടിന് മതിയാവില്ല. പിന്നെ ആവാന്നുള്ളതാണ്. അപ്പോൾ തായമ്പകയേക്കാൾ കുറെ കൂടി സഹതാപം ഉൾക്കൊള്ളുന്നൊരു കലയാണ് കഥകളി മേളം. സഹതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥത്തിലല്ല, ഒരുവിധം കൊട്ടാവുന്നവർക്കും ഇതിൽ പറ്റും. തായമ്പകയിൽ അത് പറ്റില്ല. അവിടെ ഈ കാഴ്ചവെട്ടുന്ന ആളുകൾക്ക് അധികം കാലം മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ അതും പറ്റുന്ന അർത്ഥം. അവർക്കും അത് ഒപ്പിക്കാം. മാറ്റം ഉണ്ടാവും, മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഗുണപരമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു തരം ശരാശരി കൊട്ടുകാർക്കും നല്ല കൊട്ടുകാർക്കും ഏറ്റവും മികച്ച കൊട്ടുകാർക്കും അവരെയൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു സംവിധാനം കഥകളിയുടെ മേളത്തിനുണ്ടെന്ന് അർത്ഥം. അതാണ് അത് തന്നെയല്ലേ എന്ന് ചെട്ടക്കാണെങ്കിലും പത്രത്തിനാണെങ്കിലും താളം പിടിച്ചോണ്ട് വെക്കുവാണെങ്കിലും പക്ഷെ അത് ശരിയെന്നല്ല പറയുന്നതല്ല. അതെ, ശരിയെന്നല്ല. പക്ഷെ അതിനൊരു സ്ഥലം ഉണ്ട് അവിടെ. അങ്ങനെയും അതെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല. അപ്പോൾ നമ്മളൊരു കഥകളിയുടെ ഒരു കാലത്തിൽ കൂടി ഇത്രയും സമയം കൊണ്ട് പല പല ആചാര്യന്മാരിൽ കൂടി പല ശൈലികളിൽ കൂടി പല കാലങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിച്ചു. അപ്പോൾ ഇനി കുടുംബജീവിതം, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അതും കൂടി അതിലേക്ക് ഉൾപ്പെടുത്താം. അംഗീകാരത്തിന് പറ്റിയൊരു നല്ലൊരു ജീവിതമല്ലായിരുന്നു എൻ്റെ. ഒരു പാട്ടുകാരനായിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. അങ്ങനെ പാട്ടുകാരനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് മാറ്റം വന്നു. അത് ഞാനുണ്ടായിട്ടില്ല. അതൊരു ആവശ്യമായിട്ട് വന്നിട്ടില്ല. നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നം, കളിയില്ലെങ്കിൽ പട്ടിണി, ഇങ്ങനെയുള്ള പ്രശ്നം. എന്ത് വേണം, അത് വേണം, അങ്ങോട്ട് പോകണോ, അവിടെ പോകണോ, ഓക്കെ, വണ്ടി വേണോ, വണ്ടി. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു പാട്ടുകാരനായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ വേണ്ടമാതിരി ചെയ്തുകൊണ്ട് അതിപ്പോഴും ചെയ്യാൻ പറ്റുന്നു. അത്രേ ഉള്ളൂ. കുടുംബജീവിതം, പിള്ളേർ രണ്ടുപേരും പുറത്താണ്, സ്വന്തം ബിസിനസ്സാണ്. വൈഫ് ടീച്ചറായിരുന്നു. പുരസ്കാരങ്ങൾ, സംഗീത നാടകം, പിന്നെ അവിടെ ചെയ്തതൊക്കെ ആയിട്ടും അതും ഇതൊക്കെ ഉണ്ട്. പത്മശ്രീയൊന്നും കിട്ടിയിട്ടില്ല. അത് നിർത്തി കളയണ്ടാവുക.
അതിൽ ഒരു വലിയൊരു കാലം നമ്മൾ കടന്നു വന്നു. അതിൽ അനവധി ആചാര്യന്മാർ, അനവധി ശൈലികൾ, അനവധി രുചിഭേദങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓരോരോ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പിന്തുണയിൽ നമ്മളതൊക്കെ വിശദീകരിച്ചു, ചിലതൊക്കെ വിശകലനം ചെയ്തു. മൊത്തത്തിലുള്ള ഒരു കലാജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണമായിട്ട് അത് നിലനിന്നു. അതിൽ തന്നെ ഈ കളിയരങ്ങിൽ തൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പരോക്ഷമായിട്ട് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത്രയധികം അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ പങ്കുവച്ചതിന് ഉള്ള അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.